അത് തുറന്നു പോവില്ലേ? അത് ഇന്ത്യ ഒട്ടാകുള്ള റോഡാണ്. അതിന് 5000 കോടി ഉറുപ്പിക കൊടുത്തുകൊണ്ടുള്ളത് ശരിയാണ്. അത് നമുക്ക് അവകാശം ലാൻഡ് അത്രേ ഉള്ളൂ. പക്ഷെ ആ റോഡ് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്ത് പിന്നെയും പോവില്ലേ? സ്റ്റേറ്റ് കൊടുക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് 8 കാലി വമ്പഞ്ഞി കാരണം ഈ റോഡ് നമ്മളതാണ്. എന്താണ് കാണാൻ? സമാധാനം. കുഞ്ഞാപ്പ നാഷണൽ ഹൈവേയുടെ തറക്കല്ലിൽ കുഞ്ഞുഞ്ഞിന്റെ തലയിലൊന്നും ഇടാതെ നമ്മുടെ ഗഡ്കരിയുടെ ബോഡിയിൽ സേഫ് ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട്. കുറ്റം പറയരുതല്ലോ. ആരാന്റെ കുഞ്ഞിന്റെ പിതൃത്വം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറുള്ള UDF-കാരെ അപേക്ഷിച്ച് കുഞ്ഞാപ്പ ഇത്തിരി കൂടി മാന്യനാണ്. അതെന്തായാലും ഗഡ്കരിക്ക് കൊടുത്തിട്ടുണ്ട് ആ പിതൃത്വം. അപ്പോ നാഷണൽ ഹൈവേ ആണല്ലോ വിഷയം. കുഞ്ഞാപ്പ പറഞ്ഞതെന്ന് തന്നെ നമുക്കങ്ങ് തുടങ്ങാം. കുഞ്ഞാപ്പ പറഞ്ഞ പോലെ നാഷണൽ ഹൈവേ കേരളത്തിന്റെ അല്ല. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് അവസാനിക്കില്ല, കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്തും അവസാനിക്കില്ല. അതങ്ങനെ കാസർഗോഡ് നിന്ന് മാംഗ്ലൂർ വഴി അതങ്ങനെ നീണ്ടുപോകും. ഇന്ത്യ ഒട്ടാകെ പകർന്നു കിടക്കുന്ന നാഷണൽ ഹൈവേ അത് കേന്ദ്രത്തിന്റെയാണ്. അപ്പോ ഈ കേന്ദ്രത്തിന്റെ നാഷണൽ ഹൈവേ കേരളത്തിൽ വരെ ഈ 2025 വരെ കേരളത്തിലെ ജനങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ എന്താണെന്നും പ്രത്യേകിച്ച് മലബാർ ഏരിയയിലെ യാത്രാ ദുരിതം. ഇവിടുന്ന് കണ്ണൂരേക്ക് എത്തണമെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കുന്ന ആ യാത്രാ ദുരിതം തീർക്കാൻ ഈ നാഷണൽ ഹൈവേ കേരളത്തിൽ വരെ ഈ 2025 വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? ദേശീയ പാതയുടെ വീതി അത് 45 മീറ്റർ എന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരുന്നത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് 30 ആക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് കേരളത്തിന്റെ ആവശ്യം തള്ളി. ഒരു കാരണവശാലും 45-ൽ കുറവുള്ള നാഷണൽ ഹൈവേ അവർ ഏറ്റെടുക്കില്ല എന്ന് തീരുമാനിച്ചു. കേന്ദ്ര മന്ത്രി ഇത് സംബന്ധിച്ച കേരളം ദേശീയപാത വികസനത്തിൽ സഹകരിക്കുന്നില്ല എന്ന നിലയിൽ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അവര് ഇറക്കിയതിനെ നമ്മൾ ഒരിക്കലും തെറ്റെന്ന് പറയുന്നില്ല. കാരണം അവര് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവര് 60 മീറ്ററാണ് അവരുടെ പൊതുവെ എടുക്കുന്ന സ്റ്റാൻഡേർഡ്. കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് അവർ 45 എന്നുള്ള ഇളവ് പറഞ്ഞത്. അപ്പൊ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. മാന്യമായി പറഞ്ഞ ഞങ്ങൾക്ക് ഇതിന്റെ പുറകെ കഷ്ടപ്പെടാനൊന്നും വയ്യ. നിങ്ങൾക്ക് വേണമെങ്കിൽ 30 മീറ്റർ സ്ഥലം ഞങ്ങൾ അങ്ങ് തരും, നിങ്ങൾ അതിൽ വേണമെങ്കിൽ നാഷണൽ ഹൈവേ പണിതോ എന്ന് കുഞ്ഞുഞ്ഞ് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു. അപ്പോ കേന്ദ്ര സർക്കാർ സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ 60 മീറ്റർ പണിയുന്ന നാഷണൽ ഹൈവേ കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് 45 മീറ്റർ ആക്കി കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ 45 മീറ്റർ ഏറ്റെടുക്കാനും ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവർ കേരളത്തിൽ നിന്ന് അവരുടെ ഓഫീസും എല്ലാം കെട്ടിപ്പറക്കിയെടുത്ത് അവര് സ്ഥലം വിട്ടു. പക്ഷെ അന്നും LDF-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് പറഞ്ഞത് നാഷണൽ ഹൈവേ 45 മീറ്റർ തന്നെ വേണമെന്നും അതിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ നിങ്ങൾ തുടങ്ങി അതിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കാര്യം ഉണ്ടായില്ല. കരക്കിരുന്ന് കപ്പലോടിക്കാൻ ആർക്കും പറ്റും. പക്ഷെ അതുപോലെയല്ല കളത്തിലിറങ്ങി കളിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞാപ്പയും കുഞ്ഞുഞ്ഞും ഒക്കെ കൂടെ കട്ടയും പടവും മടക്കി തിരിച്ചയച്ച അതേ നാഷണൽ ഹൈവേനെ കുറിച്ചാണ് ഇപ്പൊ ഈ കുഞ്ഞാപ്പി പറയുന്നത്. അത് ഗഡ്കരിന്റെ റോഡാ ഇന്ത്യ ഒട്ടാകുള്ള. പിന്നീട് 2016 പണ്ട് കരക്കിരുന്ന് കപ്പലോടിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നു. UDF-കാര് ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ നാഷണൽ ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും നടപ്പിലാക്കാനുള്ള പദ്ധതികളുമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച നടത്തി അതിനുള്ള നടപടികളുമായിട്ട് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയ സമയത്ത് ഇതേ ഗഡ്കരിയുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തി. ഈ പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈനും നാഷണൽ ഹൈവേയും കേരളത്തിൽ പൂർത്തിയാക്കുകയാണെങ്കിൽ പിണറായി വിജയനെ ഞങ്ങൾ അംഗീകരിക്കും എന്നാണ് അന്ന് ശ്രീ K. സുരേന്ദ്രൻ വെല്ലുവിളിച്ചത്. ഇങ്ങനെയില്ല മുള്ളുമുരിക്കുകളെ ഒന്നും വകവയ്ക്കാതെ നാഷണൽ ഹൈവേ 45 മീറ്റർ ആക്കി അതിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുമായിട്ട് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയി. നിപ്പ വന്നു, പ്രളയം വന്നു, കൊറോണ വന്നു, അങ്ങനെ നിരവധി വെല്ലുവിളികൾ ഇതിനു മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി ഈ പറഞ്ഞ സ്ഥലം ഏറ്റെടുക്കൽ തുടങ്ങിയപ്പോൾ ഗഡ്കരിയുടെ പാർട്ടിയും ഈ പറയുന്ന കുഞ്ഞാപ്പയുടെ പാർട്ടിയും സകല ഞാനൂലുകളും ഒരുമിച്ച് തലമുക്കി മുടക്കം വരുത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് പിണറായി വിജയൻ സർക്കാർ ആ ഉദ്യമം പൂർത്തിയാക്കി. ഇന്നിപ്പോ നാഷണൽ ഹൈവേ പണി തുടങ്ങി 80% പണി പൂർത്തിയായ അവസരത്തിലാണ് ഈ പറഞ്ഞ കുഞ്ഞാപ്പ പറയുന്നത് അത് പിണറായി വിജയന്റെ അല്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അല്ല, അത് ഗഡ്കരിയുടെ കുഞ്ഞാണ്. ഈ കണ്ട നാഷണൽ ഹൈവേ അല്ലാതെ പാലം സ്ട്രീറ്റ് എടുത്തു നോക്കിയാൽ ഈ 10 വർഷം കൊണ്ട് വേറൊന്നും കേരളത്തിൽ LDF സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. ഈ നാഷണൽ ഹൈവേ മാത്രമാണ് ഈ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതെന്നുള്ളതാണ് കുഞ്ഞാപ്പയുടെ മറ്റൊരു വാദം. എന്തായാലും ഗെയിൽ കുഞ്ഞാപ്പ മറന്നതായിരിക്കും. അതുപോട്ടെ, എന്താണ് പിണറായി വിജയൻ ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്?
ആദ്യം കേരളത്തിലെ റോഡുകൾ, അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ഒരു നാട്ടിലെ റോഡുകളാണല്ലോ. അപ്പോൾ യാത്രാ സൗകര്യം, അപ്പോൾ അത് കേരളത്തിലെ റോഡുകൾ. നാഷണൽ ഹൈവേ പോട്ടെ, 1500 കോടി രൂപ കിഫ്ബി ഫണ്ട് മുടക്കി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തീരദേശ ഹൈവേ, അതിപ്പോ പണി നടന്നുകൊണ്ടിരിക്കുന്നു. മലയോര ഹൈവേ, ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ യാത്രാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നത് മലബാറിലെ, ഒരു പക്ഷേ തൃശ്ശൂർ കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കേരളത്തിലെ ഡിസ്ട്രിക്റ്റുകൾ. ഇവിടുത്തെ യാത്രാ സൗകര്യം എന്ന് വെച്ചാൽ ഒരു പക്ഷേ തെക്കോട്ടുള്ളവരെ അപേക്ഷിച്ച് ഒരു 20 വർഷം പുറകിലേക്കായിരുന്നു ഇത്രയും കാലം മലബാർ ഏരിയ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും അധികം ഉപകാരം ഉണ്ടായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ വികസനം ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മലബാർ ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങൾക്കിടയിലേക്കായിരിക്കും. കാരണം അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഈ പറയുന്ന റോഡുകളുടെ വികസനം തന്നെയാണ്. മലയോര മേഖലയിലെ യാത്രാ ദുരിതം അത്രയ്ക്കധികം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്ന കാര്യമാണ്. ആ ഒരു കാര്യത്തിലാണ് എന്നേക്കുമായിട്ട് ഈ പറയുന്ന മലയോര ഹൈവേ ആണെങ്കിലും തീരദേശ ഹൈവേ ആണെങ്കിലും ഇതൊക്കെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള വികസനം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ചേട്ടനോട് നമുക്ക് ചോദിക്കാം, നമ്മുടെ മുമ്പത്തെ റോഡ് എങ്ങനെയാണ്, ഇപ്പത്തെ റോഡ് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്? രാവും പകലും പോലെയാണ് ഇപ്പൊ. പണ്ട് ഇതിലൊന്നും കുണ്ടും കുഴി കാരണം പോകാനും പറ്റൂല. ചിറ്റാരിക്കാല് വഴിയാലും പോകണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം വണ്ടി ഒഴുകല്ലേ അങ്ങോട്ട്. നിങ്ങൾക്ക് പോകാനും മറ്റുള്ളവർക്ക് എല്ലാവർക്കും പോകാനും, വണ്ടി ഉള്ളവർക്കും പോകാനും, സാധാരണ നടന്നു പോകാനായാലും എളുപ്പമാണ്. എങ്ങനെയുണ്ട് ഈ മലയോര ഒരു കുഴപ്പമില്ല. ഞാൻ ആണവനാ താമസിക്കുന്നത്. അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് അപകടം, എന്തെങ്കിലും ഹോസ്പിറ്റൽ അവസ്ഥയിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് എല്ലാ സ്ഥലത്തും പോകാൻ വണ്ടി എല്ലായിടത്തും വരുന്ന രീതിയിലേക്ക് വന്നു. അതെ അതെ. ഇവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, താരതമ്യം ചെയ്യുന്നത് രാവും പകലുമായിട്ടാണ്. അപ്പോ ഈ പറയുന്ന റോഡിന്റെ ഗ്രാമീണ റോഡുകൾ ഓരോ നാട്ടിലെയും അവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ, പണ്ടുണ്ടായിരുന്ന പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുകൾക്ക് സമാനമായ റോഡുകളിൽ നിന്നും ഇന്ന് ഏതൊരാൾക്കും സുഗമമായിട്ട് യാത്ര ചെയ്യാവുന്ന വിധത്തിലേക്ക് നമ്മുടെ നാട്ടിലെ റോഡുകൾ മാറിയിട്ടുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ 2015, 2016 ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോഴുള്ള ഗവൺമെന്റ് സ്കൂളുകളുടെ അവസ്ഥയും ഇന്നത്തെ ഗവൺമെന്റ് സ്കൂളുകളുടെ അവസ്ഥയും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള അന്തരം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അരിയും പഴകിയ പച്ചക്കറികളും ഉപയോഗിച്ചാണ് പല സർക്കാർ സ്കൂളുകളിലും ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത്. പാചകപ്പുരയിൽ ശുചിത്വമേ ഇല്ലാത്ത അവസ്ഥ. വാട്ടർ ടാങ്കിൽ മരം കിളിർത്തിട്ടും ആരും കണ്ടില്ല. പലയിടത്തും ടോയ്ലറ്റുകൾ എണ്ണത്തിൽ കുറവ്, ഉള്ളതിന് തന്നെ വൃത്തിയില്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കേണ്ട ഗതികേടും നഗരപരിധി വിട്ടുള്ള എങ്ങനെയൊക്കെ ആകരുതെന്ന് മനസ്സിലാക്കാൻ ചവറ കൊറ്റൻകുളങ്ങര സ്കൂളിൽ എത്തിയാൽ മതി. ഏത് സമയവും തകർന്നു വീഴുമെന്ന സ്ഥിതിയിൽ നിൽക്കുന്ന കെട്ടിടത്തിൽ പ്രാണഭയത്തോടെയാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇതാദ്യമായല്ല ചവറ കൊറ്റൻകുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നത്. എല്ലാ മഴക്കാലവും ഈ സ്കൂളിലെ കുട്ടികൾക്ക് ദുരിതകാലമാണ്. പ്രധാന കെട്ടിടം ഉൾപ്പെടെയുള്ളവ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ 2015, 2016 ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോഴുള്ള ഗവൺമെന്റ് സ്കൂളുകളുടെ അവസ്ഥയും ഇന്നത്തെ ഗവൺമെന്റ് സ്കൂളുകളുടെ അവസ്ഥയും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള അന്തരം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അന്ന് പൊട്ടിപ്പൊളിഞ്ഞ ടോയ്ലറ്റുകളും പൊട്ടിപ്പൊളിച്ച സ്കൂൾ കെട്ടിടങ്ങളും ലാബുകളില്ല, അങ്ങനെ ഒരുപാട് പരാധീനതകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആ ഒരു കാലത്ത് നിന്ന് ഇന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ പോലും വലിയ വിധത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയുള്ള സ്കൂൾ കെട്ടിടങ്ങൾ, മികച്ച ലാബുകള്, കുട്ടികൾക്ക് മൂക്ക് പൊത്താതെ പോകാൻ പറ്റുന്ന ടോയ്ലറ്റ്, അതുപോലെ സാധാരണക്കാരായ രോഗികൾ, സാധാരണക്കാരായ ജനങ്ങൾ ഒരു അസുഖം വന്നാൽ അവർ ആശ്രയിക്കുന്നത് ഏറ്റവും അടുത്ത ഗവൺമെന്റ് ആശുപത്രികളെയാണ്. അപ്പൊ ആ ആശുപത്രികളുടെ കെട്ടിടത്തിലായിക്കോട്ടെ, അവിടെയുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഈ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിനെങ്കിലും ഈ കാലത്തിനിടയ്ക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള മാറ്റം ഈ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ അങ്ങനെ ഒരു സാധാരണ മലയാളിയുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് പിണറായി വിജയൻ സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു ഊന്നലാണ് ഈ 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ വികസനം എന്ന് പറയുന്നത്.